ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്നോ. ഹായ്, അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന പാട്രിയറ്റ് എന്ന സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. സിനിമയുടെ ആദ്യത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എന്തായാലും എല്ലാ സിനിമ ആസ്വാദകരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് ഏതാണ്ട് 18 വർഷത്തിന് ശേഷം ഒരുമിച്ചൊരു സ്ക്രീനിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി അണിനിരക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യുവതാരങ്ങളായിട്ടുള്ള ഫഹദ് ഫാസില്, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബനും ഒരു നീണ്ട നിര തന്നെ ഈ സിനിമയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നു. ഒപ്പം മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കർ, അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ്, ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു മികച്ച സിനിമ എന്ന രീതിയിൽ തന്നെയായിരുന്നു പാട്രിയറ്റിനെ നമ്മൾ നോക്കിക്കണ്ടിരുന്നത്. ഒരു ക്ലാസ് സിനിമ പ്രതീക്ഷിച്ച് പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നേരെ മറിച്ചൊരു പക്ക മസാല പടം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ പടം എന്ന രീതിയിലേക്ക് പ്രതീക്ഷിച്ചാൽ ഒരു പക്ഷേ നിരാശ ഉണ്ടായേക്കാം. ഇതിൻ്റെ കണ്ടൻ്റാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ള ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരിക്കലും ഒരു സ്റ്റാർഡം സിനിമയല്ല. ലാലേട്ടനെ മമ്മൂട്ടിയെ വെച്ചിട്ട് അവരുടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അവർ ഈ സിനിമയിലേക്ക് വന്നു ചേരുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ കഥയും തിരക്കഥയും അതുപോലെ തന്നെ എഡിറ്റിങ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിൻ്റെ മേക്കിംഗ്, ഈ തരത്തിലെല്ലാം നോക്കുമ്പോൾ ഒരു മലയാള സിനിമയ്ക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലല്ലാത്ത നല്ല വ്യത്യസ്തമായ ഒരു ലെവൽ കയറിയിട്ടുള്ള ഒരു മേക്കിംഗ് ഇതിനകത്ത് മഹേഷ് നാരായണൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അതുപോലെ കളർ ഗ്രേഡിംഗ് ഒക്കെ പക്കായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു A+ ഗ്രേഡ് കൊടുക്കാവുന്ന രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എടുത്തു പറയാവുന്ന മൈനസ് എന്ന് പറയുന്നത്, പ്ലസ് പറയുമ്പോൾ ചെറിയ മൈനസ് സാധ്യത ഉള്ളത്, കുറച്ചിങ്ങനെ ഇഴഞ്ഞു പോകുന്നത് പോലെ ചില സീക്വൻസിൽ ചില ഭാഗങ്ങളിൽ തോന്നിയേക്കാം. എനിക്ക് പേഴ്സണലി തോന്നിയത് ഫസ്റ്റ് ഹാഫ് ഒന്നും കൂടിയും കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സ്പീഡ് പടത്തിന് തോന്നുമായിരുന്നു. ഇത്രയും ലെങ്ത്ത് ഫീൽ ചെയ്യില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ എന്താ പറയുക, പക്കായിട്ട് കയറി പോയിട്ടുണ്ട്. ക്ലൈമാക്സ് അടക്കം നല്ല രീതിയിൽ, കാരണം ഈ സിനിമയുടെ കണ്ടന്റ് വെച്ച് ഈ രീതിയിലുള്ള ക്ലൈമാക്സ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആളുകൾക്കൊരു പ്രതീക്ഷ കിട്ടും ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന്. ആ പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ മുന്നോട്ട് പോവുകയും നല്ല രീതിയിൽ പെർഫോമൻസ്, മമ്മൂട്ടിയാണെങ്കിലും ലാലാണെങ്കിലും ഫഹദാണെങ്കിലും ഒക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും പാട്രിയോട്ട്.